ഇന്ത്യ പാക് സംഘർഷത്തിൽ US ഉൾപ്പെടെ ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയെ പിന്തുണച്ചപ്പോൾ പാകിസ്ഥാന് പിന്തുണ അറിയിച്ചത് ചുരുക്കം ചില രാജ്യങ്ങൾ മാത്രമായിരുന്നു. മറിച്ചൊന്ന് ആലോചിക്കാതെ തങ്ങളുടെ ആയുധ ശേഖരത്തിൽ നിന്ന് സംഭാവന നൽകി ചൈന പാകിസ്ഥാന്റെ കൂടെ കൂടി. പിന്നാലെ തുർക്കിയും അസർബൈജാനും. ചൈനയെ ശത്രു രാജ്യമായി ഇന്ത്യ കണ്ടു കഴിഞ്ഞതാണ്. എന്നാൽ പാകിനെ പിന്തുണച്ച തുർക്കിയുടെയും അസർബൈജാന്റെയും തീരുമാനത്തിന് ഇന്ത്യയിലെ ജനങ്ങൾ തിരിച്ചടി നൽകി. ഇരു രാജ്യങ്ങൾക്കും നഷ്ടം 3000 കോടി രൂപ. വിശദമായി പരിശോധിക്കാം. നമസ്കാരം, ഞാൻ അക്ഷയ. തുർക്കിയിലേക്കും അസർബൈജാനിലേക്കുമുള്ള യാത്രകൾ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ വൻതോതിൽ റദ്ദാക്കി. ഇന്ത്യ പാക് സംഘർഷത്തിനിടെ പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ച ഇരു രാജ്യങ്ങളിലേക്കുമുള്ള എല്ലാ ഫ്ലൈറ്റ്, ഹോട്ടൽ ബുക്കിംഗുകളും നിർത്തിവെച്ചതായി ഓൺലൈൻ യാത്രാ പ്ലാറ്റ്ഫോമായ ഈസ് മൈ ട്രിപ്പ് പ്രഖ്യാപിച്ചിരുന്നു. പിന്നാലെ കമ്പനിയുടെ സഹസ്ഥാപകനായ പ്രശാന്ത് പിറ്റിയാണ് ഇരു രാജ്യങ്ങളിലേക്കുമുള്ള യാത്രകൾ ഇന്ത്യക്കാർ വൻതോതിൽ റദ്ദാക്കുന്നതായി ദേശീയ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. ഇതാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങൾക്കും തിരിച്ചടിയായത്. തുർക്കിയിലേക്ക് യാത്ര ബുക്ക് ചെയ്തവരിൽ 22% പേരും അസർബൈജാനിലേക്ക് ബുക്ക് ചെയ്തവരിൽ 30% പേരും യാത്ര റദ്ദാക്കി. കഴിഞ്ഞ വർഷം 3.8 ലക്ഷം ഇന്ത്യക്കാരാണ് ഈ രണ്ട് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തത്. ഓരോ യാത്രക്കാരിൽ നിന്നും 70,000 രൂപ കണക്കാക്കിയാൽ 3000 കോടി രൂപയാണ് ഈ രാജ്യങ്ങളിൽ ഇന്ത്യക്കാർ ചെലവഴിച്ചിരുന്നത്. ഇന്ത്യക്കാർ പണം ചെലവഴിക്കുന്നത് എവിടെയാണെന്നറിയണം. പാകിസ്ഥാൻ ആയുധങ്ങൾ നൽകുന്ന രാജ്യങ്ങൾക്കെതിരെ ജനങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും പ്രശാന്ത് പിറ്റി കൂട്ടിച്ചേർത്തു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീഴുകയും ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇന്ത്യയും പാകിസ്ഥാനെയും പിന്തുണച്ചുകൊണ്ട് പല രാജ്യങ്ങളും മുന്നോട്ട് വന്നത്. അതിനിടെയാണ് പാകിസ്ഥാന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച തുർക്കി മുന്നോട്ട് വന്നത്. സംഘർഷത്തിനിടെ പാകിസ്ഥാൻ പ്രയോഗിച്ച ഒട്ടുമുക്കാലും ഡ്രോണുകളും ആയുധങ്ങളും എല്ലാം തുർക്കി നിർമ്മിച്ചതായിരുന്നു. ഇതിനെല്ലാം ഇന്ത്യൻ സൈന്യം നിഷ്പ്രയാസം തകർത്തു. പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നതിലൂടെ തുർക്കി തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും പലരും അഭിപ്രായപ്പെട്ടു. 300 മുതൽ 400 ഡ്രോണുകളാണ് ഇന്ത്യയിലെ 36 കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് പാകിസ്ഥാനിൽ നിന്നെത്തിയത്. സിയാച്ചിൻ മുതൽ സർക്രിക് വരെയുള്ള മേഖലകളെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം. തുർക്കി നിർമ്മിത അസിസ്കാർഡ് സോൺഗർ ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചത്. ഇന്ത്യ നിർവീര്യമാക്കിയ ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് ഇവ തുർക്കി നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത്. പാകിസ്ഥാനുമായി വിപുലമായ സഹകരണമുള്ള രാജ്യമാണ് തുർക്കി. അതുകൊണ്ട് തന്നെ ഇന്ത്യയോട് അനുകൂലമായ സമീപനമല്ല തുർക്കി കാലങ്ങളായി പുലർത്തിയിട്ടുള്ളത്. പശ്ചിമേഷ്യയിൽ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് തുടക്കം മുതലേ അപലപിച്ച പാകിസ്ഥാന്റെ ഏക സഖ്യകക്ഷിയാണ് തുർക്കി. എന്നാൽ തുർക്കിക്ക് മാത്രമാണ് ഇതിൽ വിഭിന്നമായ നിലപാടുള്ളത്. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ ആക്രമണം നടക്കുമ്പോൾ ഷെഹബാസ് ഷെരീഫ് തുർക്കിയിലായിരുന്നുവെന്നതും മറ്റൊരു യാദൃച്ഛികതയാണ്. പാകിസ്ഥാനിൽ തുർക്കിയുടെ താൽപര്യമെന്ന് നോക്കിയാൽ പാകിസ്ഥാനെ പോലെ ഇസ്ലാമിക രാഷ്ട്രമാണ് തുർക്കിയും. ഔദ്യോഗികമായ മതേതര രാജ്യമാണെന്ന് അവകാശപ്പെടുമ്പോഴും തുർക്കിയിലെ ഭൂരിപക്ഷം മുസ്ലിം ജനവിഭാഗമാണ്. ഈ ഇസ്ലാമിക സ്വത്വം ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള സുദൃഢമായ ബന്ധത്തിന് അടിത്തറ പാകിയിട്ടുണ്ട്. പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന തുർക്കിയുടെയും അസർബൈജാന്റെയും നിലപാട് പ്രതികൂലമായി മാത്രമേ ഇരു രാജ്യങ്ങളെ ബാധിക്കൂ.